അഭിയന്യ കൂർലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പമാരെ, മദ്രാസ് സെക്രട്ടറി, വൈദിക സെക്രട്ടറി ഉൾപ്പെടെയുള്ള വൈദിക സമൂഹമേ, മദ്രാസിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, മദ്രാസിന് കൗൺസിൽ അംഗങ്ങളെ, കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. അഭിയന്യ സേവേറിയസ് തിരുമേനിയും കൂർലോസ് തിരുമേനിയും ഓണാട്ട് സാറും പരിശുദ്ധ ബാവാ തിരുമേനിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ കൊള്ളത്തക്ക രീതിയിൽ അനുസ്മരണ നടത്തുകയുണ്ടായി. ഇനി പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് 1-2 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. തിരുമേനിയുടെ ഭരണ പാഠവും സുതാര്യതയും നിലപാടുകളിലെ ഉറപ്പും ദീനാനുകമ്പ പ്രവർത്തനങ്ങൾ രഹസ്യമായി ചെയ്യുന്ന സ്വഭാവവും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരുമേനിയുടെ അടുത്തും അകലെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലായി വന്ന ഒരു കാലഘട്ടമായിരുന്നു. വ്യക്തിപരമായി എന്തോ ഒരു നഷ്ടമുണ്ടായിരിക്കുന്ന ഒരു ഫീലിംഗാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ സഹായിയായി കോട്ടയം മെത്രാസനത്തിലും അതുപോലെ തന്നെ അഭിയന്യ പിതാക്കന്മാരോട് ചേർന്ന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോസിൻ്റെ സെക്രട്ടറി എന്ന നിലയിലും ഒരുപാട് അടുത്ത് പ്രവർത്തിക്കുവാനും തിരുമേനിയോട് ചേർന്ന് നിൽക്കുവാനും ഒക്കെ ഇടയായിട്ടുള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് തിരുമേനിയുടെ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ കൂടിയ സമയങ്ങളിൽ കൂടുതൽ സമയവും പല പ്രാവശ്യങ്ങളായി അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കുവാനായിട്ട് അത് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോസിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് പിതാക്കന്മാർക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് ബലഹീനെ ശ്രമിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സിനോട് കൂടുതൽ സമയം തിരുമേനിയെ നോക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോടും അതുപോലെ തന്നെ മറ്റ് പ്രധാന ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ വന്ന് തിരുമേനിയെ നോക്കുന്ന ഡോക്ടേഴ്സിനോടും കൺസൾട്ടേഷന് വേണ്ടി വിദേശത്ത് ഒക്കെയുള്ള ഡോക്ടേഴ്സിനോടുമൊക്കെ ബഹുമാനപ്പെട്ട പൗലോസിനോട് ചേർന്ന് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, അത് എല്ലാ ഡോക്ടേഴ്സും പറയുന്ന കാര്യമാണ്. ഈസ് എ വെരി ഗുഡ് ഫൈറ്റർ ടു ഹിസ് ഡിസീസ്. തൻ്റെ രോഗത്തോട് ഫൈറ്റ് ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു പിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കുണ്ടാകുന്ന വേദനയേക്കാൾ കൂടുതൽ വേദന ഡോക്ടേഴ്സിന് ഉണ്ടാക്കി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവര് തിരുമേനിയെ ശുശ്രൂഷിക്കുവാനായി അടുത്ത് ചെല്ലുമ്പം തിരുമേനിയും അവരും തമ്മിൽ ചിലപ്പോഴൊക്കെ കളിക്കൂട്ടുകാരെ പോലെ ആണ്. ഞാനത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന് തിരുമേനിയുടെ വേർപാട് അവർക്ക് ഭയങ്കര വേദന സൃഷ്ടിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തിരുമേനി നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. നിലപാടിൽ കുറച്ച ആളായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും തിരുമേനിയുടെ മനസ്സ് ചില സമയങ്ങളിലെങ്കിലും നമുക്ക് മനസ്സിലാകും നിർമ്മലത ഒരുപാട് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ 12 പേര്
ഉണ്ടായിരുന്നു. അതിലൊരാളെ സ്നേഹിക്കപ്പെട്ട ശിഷ്യനെന്ന് വിളിക്കുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ തിരുമേനിമാരുടെയിലും ചിലരോടൊക്കെ തിരുമേനി ഒരു പ്രത്യേക അടുപ്പം കാണിച്ചിട്ടുണ്ട്. എല്ലാവരോടും അടുപ്പം ഉണ്ടായിരുന്നു, എന്നാൽ ചിലരോടൊക്കെ ഒരു പ്രത്യേക അടുപ്പം കാണിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകിച്ച് ജൂനിയേഴ്സ് ആയിരിക്കുന്ന ഞങ്ങളോട് കൂടുതൽ, എന്നോടത് കൂടുതൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിയാവുന്ന വിഷയമാണ്. അത് സഭയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഭാപരമായ കാര്യങ്ങൾ പറയാനോ വേണ്ടി മാത്രമല്ല. തിരുമേനിക്ക് കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്ന പോലെ വഴക്ക് പറയാനും ശാസിക്കുന്നത് പോലെ ശാസിക്കാനുമൊക്കെ അധികാരമുണ്ട് എന്ന് സ്വയം തോന്നുന്ന ചില ആളുകൾ. ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് എന്നോട് പറയും, തിരുമേനി അത് ചെയ്തത് ശരിയായില്ല, അത് തിരുത്തിപ്പോണമെന്ന് എന്നിങ്ങനെ നേരിട്ട് പറയും. അതേസമയം തന്നെ ഏതെങ്കിലുമൊക്കെ ചില സമയത്ത് അടുത്ത് ചെല്ലുമ്പോൾ ഒരു കൊച്ചിനെ എങ്ങനെയാണോ അപ്പൻ സ്വീകരിക്കുന്നത് അതുപോലെ സ്വീകരിക്കും. സാധാരണ ഭാഷയിൽ ഓയ് ധാരാ വരുന്നേ എന്ന് ഈ കൊച്ചുകുട്ടികളെ പോലെ ഇഞ്ഞു വന്നേ ഒന്ന് വർത്താനം പറയട്ടെ എന്ന് പറയുന്ന ആ സ്വഭാവം പരിശുദ്ധ സഭയിലെ മറ്റ് പൗരസ്ത്യ കാതോലിക്ക ബാവമാരോട് അത്ര ബന്ധം സ്ഥാപിക്കാനായിട്ട് ബലഹീന എനിക്ക് സാധിച്ചിട്ടില്ല, അതിന് പറ്റിയിട്ടുമില്ല. എന്നാൽ ഈ പിതാവിനോട് അങ്ങനൊരു നല്ല സുദൃഢ ബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ നിലനിർത്തുവാനായിട്ട് ഇടയായി. അതുകൊണ്ടാണ് ആ വേർപാടിൽ എവിടെയോ ഒരു വല്ലായ്മ വാക്യം ഇങ്ങനെ ഹൃദയത്തിൽ നിൽക്കുന്നത്. അത് മാറ്റിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ് ബലഹീന ഞാനും എന്നെ പോലെയുള്ള ആളുകൾ. ഒരു ഹൈന്ദവ സഹോദരൻ പരിശുദ്ധ ബാവ തിരുമേനി ഖബറടക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനവിടെ വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് ധൂപമൊക്കെ അർപ്പിച്ച് പുറത്തിങ്ങനെ നിൽക്കുമ്പം അവിടെ വന്നു. ഞാൻ അത് ഹൈന്ദവനാണ് എന്നെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം വന്ന് എന്നോട് പരിചയപ്പെട്ടിട്ട് പേര് പറഞ്ഞു. ശ്രീകുമാർ എന്നാണ് പേര് പറഞ്ഞത്. പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഈ കവറടക്കത്തിൽ മുഴുവൻ ഒന്ന് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതിന് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഈ കവറിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്, അത് ചെയ്തോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ ഒരുപാട് സ്നേഹിച്ച ഒരു പിതാവാണ് ഇത്. ക്രൈസ്തവനല്ല, ഹൈന്ദവനായ ഒരാൾ പറയുകയാണ്. വളരെ ലളിതമായി വലിയൊരാളെന്ന് കരുതി അടുത്ത് ചെന്ന എന്നോട് ഒരു കൊച്ചു കൂട്ടുകാരനെ പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു നല്ല പിതൃതുല്യനായ ഒരാളാണ് ഇത്. എന്നിട്ട് ഒരു വാക്കുകൂടി പറഞ്ഞു, അദ്ദേഹം ഒരു വിശുദ്ധനാണെന്നാണ് എൻ്റെ ചിന്ത, അതുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്നൊരു ചോദ്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു, അതിനെന്നാ പോയി പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരാമല്ലോ. ജീവനോടിരുന്ന കാതോലിക്ക ബാവയേക്കാൾ ശക്തനായിരിക്കും ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന കാതോലിക്ക ബാവ, അതുകൊണ്ട് പോയി പ്രാർത്ഥിച്ചോളൂ എന്ന് ഒരു മറുപടി ഞാൻ കൊടുക്കുകയും ചെയ്തു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രമാത്രം അനുശോചന പ്രവാഹങ്ങളാണ് ഉണ്ടായതെന്ന് നാം കണ്ടു. പരിശുദ്ധ ബാവ തിരുമേനിയോടൊപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ പിതാക്കന്മാർ തിരുമേനി പോകുന്ന സ്ഥലങ്ങളിൽ, അഭിമന്യ കൂർലോസ് തിരുമേനി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഞാനും പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തിരുമേനിയുടെ മുഖപ്രസന്നതയും അതുവഴി ഉണ്ടാകുന്നതായ ബന്ധങ്ങളും അത് തുടർന്ന് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തിരുമേനിക്ക് സാധ്യമായി എന്നതാണ് ഈ തിരുമേനിയുടെ വേർപാടിൽ ലോകം മുഴുവനും ഒരുപോലെ പങ്കാളികളായി, സഭയോട് പങ്കാളികളായി മാറിയത് എന്ന യാഥാർത്ഥ്യമുണ്ട്. കോട്ടയം മെത്രാസനത്തെ അദ്ദേഹമാണ് അഭിമന്യ ഭാഗ്യസ്മരണാർഹനായ ഇവാനിയോസ് തിരുമേനിക്ക് ശേഷം നയിച്ചതെങ്കിലും ജോലിഭാരം കൂടിയപ്പോൾ ബലഹീനായ എന്നെ അദ്ദേഹത്തിൻ്റെ സഹായിയായി ഇവിടെ കൊണ്ടുവന്നുവെങ്കിലും
ഭദ്രാസനത്തിൻ്റെതും സഭയുടേതുമായ ചില വിഷയങ്ങൾ തിരുമേനിയെ കാണാൻ പോകുമ്പം ഒരു ലിസ്റ്റ് തയ്യാറാക്കി തിരുമേനിയോട് സംസാരിക്കാനുള്ള വിഷയങ്ങളുമായിട്ട് ഞാനിങ്ങനെ അടുത്തിയല്ലോ ഒന്നാമത്തെ വിഷയം പറയുമ്പോൾ തന്നെ മറുപടിയായിട്ട് ബാക്കി പറയാനുള്ള എല്ലാ വിഷയങ്ങളുടെയും ഉത്തരം വന്നു കഴിയും. പിന്നെ ബാക്കി ഒന്നും ഞാൻ അവതരിപ്പിക്കേണ്ടി വരികയില്ല. അതിൻ്റെ അർത്ഥം ഞാൻ പറയാൻ ചെല്ലുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി തിരുമേനി നേരത്തെ തന്നെ മനസ്സിലാക്കി അതിന് കൃത്യമായ ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ളതായ ചില അനുഭവങ്ങൾ ഒരുപാട് വേദന അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ അഭിമന്യ പിതാക്കന്മാർ പറഞ്ഞതുപോലെ സഭാപിതാക്കന്മാർ ഭൂമിയിൽ ആയിരിക്കുന്നതിനേക്കാൾ ശക്തരാണ് സ്വർഗത്തിൽ. ഒരുപാട് ചീത്ത ഈ പിതാവ് കേട്ടിട്ടുണ്ട്. അത് മിത്രന്മാരായി കഴിഞ്ഞ് പിന്നെ വൈദികരായി തുടങ്ങി ചീത്ത കേട്ടു തുടങ്ങും. പിന്നെ കാതോലിക്ക ബാബയായി കഴിയുമ്പോൾ അത് കൂടുതൽ കേൾക്കും. അതിനെ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ അളക്കുവാനായിട്ട് പറ്റുന്നത്. കേൾക്കുന്ന ചീത്തകളെയും അസഭ്യങ്ങളെയും മുഴുവനും ഓൺ ചെയ്തിട്ട് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഉറച്ച് വീണ്ടും വീണ്ടും നിൽക്കുവാനായി ശ്രമിക്കുന്നു. തീർച്ചയായും അങ്ങനെ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടു നിൽക്കുന്ന നമുക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ നിലപാടാണ് ശരി എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്ന ഒരാളാണ് പരിശുദ്ധ ബാവാ തിരുമേനി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും അദ്ദേഹവും അദ്ദേഹത്തിന് മുൻഗാമികളും നമ്മുടെ പിതാക്കന്മാരെല്ലാവരും കോട്ടയം മെത്രാസനത്തെക്കുറിച്ച് പറയുമ്പോൾ കോട്ടയം മെത്രാസനത്തെ നയിച്ച പിതാക്കന്മാർ പാമ്പാടി തിരുമേനിയും പാറാട്ട് തിരുമേനിയും ഗീവർഗീസ് യുവാനീസ് തിരുമേനിയും അതുപോലെ തന്നെ കടവിൽ അത്താനാസിസ് തിരുമേനിയും ഇവരെ എല്ലാവരെയും എടുക്കുമ്പോൾ ആരാണ് പിറകിൽ നിൽക്കുന്നത്, ആരാണ് മുമ്പിൽ നിൽക്കുന്നത്? നമ്മുടെ സഭാപിതാക്കന്മാർ ദൈവസനിലേക്ക് കടന്നുപോയി അവരുടെ മധ്യസ്ഥ അണയ്ക്കുമ്പോൾ ഭൂമിയിൽ അവർ ജീവിച്ചപ്പോൾ നമ്മളൊന്നും അവർ വിശുദ്ധരായി കണ്ടില്ലെങ്കിലും അവരുടെ പേരിൽ കർത്താവിനോട് അപേക്ഷിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധ്യമാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം അവർ എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും മാറി ദൈവസംസർഗത്തിൽ മാത്രമായി കഴിയുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നതായ തീവ്രമായ മധ്യസ്ഥതയും അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. ആ അനുഗ്രഹവും അവരുടെ മധ്യസ്ഥയുമാണ് അടുത്ത തലമുറകളെന്ന നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് പ്രേരകമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി എന്നുള്ള ആ ഹൂത്തോമോ ഒരു കുർബാനയിൽ പോലും പാടാതെ തിരുമേനി വിടുകയില്ല. കാരണം പ്രധാനപ്പെട്ട വിഷയം സഭ തന്നെ ആണ്. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ ആദ്യമെന്ന ചിന്ത ജീവിതത്തിൽ അവസാനം വരെയും കാത്തു സൂക്ഷിച്ചു. പേഴ്സണലായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വലിയ പബ്ലിസിറ്റി ഉണ്ടാകരുത് എന്നത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അത് രോഗാവസ്ഥയിൽ പോലും രോഗത്തിൻ്റെ ചികിത്സ സുന്നോദോസിലും മാനേജിംഗ് കമ്മിറ്റിയിലും ഒക്കെ തിരുമേനിയുടെ ചികിത്സയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയണമെന്നുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ കാര്യമായിട്ട് വെളിപ്പെടുത്തുന്നതിനോട് തിരുമേനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. ചികിത്സാ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് പോലും നിങ്ങളാരും നിശ്ചയിക്കണ്ട എന്ന് പറയുകയും വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പിതാവാണ്. അതുകൊണ്ട് അതിൻ്റേതായ പഴികൾ പലതും കൂടെ നിൽക്കുന്നതായി ഞങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ചികിത്സ എന്ന പേരിൽ തിരുമേനി മദ്രാസിൽ അപ്പോളോ ഇന്റർനാഷണൽ ക്യാൻസർ സെന്ററിൽ വന്ന് താമസിച്ച സമയം ഡോക്ടേഴ്സ് തിരുമേനിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തിരുമേനി സ്വയം അത് നിശ്ചയിക്കുകയും തിരുമേനി തന്നെ ഒരു തീരുമാനം എടുത്ത് പോവുകയും ചെയ്തു. മദ്രാസിന്റെ മെത്രാപ്പോലിത്ത എന്ന നിലയ്ക്ക് ഞാൻ പോലും അതറിഞ്ഞത് തിരുമേനിയുടെ യാത്രയിൽ അവിടുത്തെ മെത്രാപ്പോലിത്ത എന്ന് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി മാത്രം എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ സ്വന്തം കാര്യങ്ങളിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ഒരു വലിയ
ചിന്ത അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. നല്ല ഒരു മരണവും നല്ല ഒരു അനുഗ്രഹപ്രഖ്യപ്പെട്ട ഒരു സംസ്കാരം അഭിമന്യ കൂർലോസ് തിരുമേനി ഇവിടെ ഉണ്ട്. തിരുമേനിക്ക് അസുഖം കൂടുതലായി മൂർച്ഛിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ പിതാക്കന്മാരിൽ ഒരു നല്ല പങ്കും പരുമല ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. ചിലർ അവിടെ തന്നെ താമസിച്ചു. അഭിമന്യ സേവേറിയസ് തിരുമേനിയെ പോലുള്ളവർക്ക് അവിടെ തന്നെ പള്ളിയിൽ താമസിച്ചു. ചില പിതാക്കന്മാർ വന്നും പോയി ഒക്കെ നിന്ന് അവസാന സമയം വരെയും അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. തലേ ദിവസം ഡോക്ടേഴ്സ് വിളിച്ച് തിരുമേനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് കൂടുതലാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പിതാക്കന്മാർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരുമേനി പെട്ടെന്ന് വീണ്ടും അങ്ങ് ഊർജ്ജസ്വലനായി വന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു വലിയ കുഴപ്പമില്ല, തിരുമേനി വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കുന്ന ലക്ഷണം കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന തിരുമേനിമാർ ഒരുമിച്ച് പറഞ്ഞു, നമുക്ക് ഈ പ്രാർത്ഥന തുടരാം, തിരുമേനിക്ക് സൗഖ്യം കിട്ടട്ടെ. തിരുമേനി ഉണ്ടാക്കിയതായ പ്രാർത്ഥനകളുണ്ട്, രഹസ്യ പ്രാർത്ഥനകൾ. അതൊക്കെ മാറിയും തിരിഞ്ഞും സങ്കീർത്തനം ചൊല്ലാമെന്ന് പറഞ്ഞു. സങ്കീർത്തനങ്ങൾ മാറി മാറി ആലപിക്കുകയും തിരുമേനി തന്നെ രഹസ്യമായിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകൾ തിരുമേനിക്ക് വേണ്ടി ചൊല്ലുകയും ഒക്കെ ചെയ്ത് ആ പ്രാർത്ഥന പിറ്റേന്ന് രാവിലെ തിരുമേനി ദൈവസന്നിധിയിലേക്ക് പോകുന്ന സമയം വരെ തുടർന്നു. 2 മണിയായപ്പോൾ രാത്രി പ്രാർത്ഥന നടത്താമെന്ന് പറഞ്ഞു. കറക്റ്റ് 2 മണിക്ക് രാത്രി പ്രാർത്ഥന തുടങ്ങി. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ എന്നുള്ള മാലാഖമാരുടെ സ്തുതിപ്പ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് അകത്തുനിന്ന് പറഞ്ഞു അവസാനം ആയി എന്നത്. അടുത്ത് നിൽക്കുന്ന തിരുമേനിമാർക്കോ വൈദികർക്കോ തിരുമേനി ശുശ്രൂഷകർക്കോ പോലും മനസ്സിലാകാത്ത രീതിയിലുള്ളതായ ഒരു വാങ്ങിപ്പ് അവസാനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. തിരുമേനിയിൽ കണ്ട ചലനങ്ങൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വെന്റിലേറ്റർ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് തിരുമേനിയിൽ ഈ ചലനം ഇപ്പോൾ കാണുന്നത്. എന്നാൽ തിരുമേനിയുടെ അവസാനമായി. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ ചൊല്ലി മോറാനേശുശയും കൗമാൻ ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി അവസാനിപ്പിച്ചാണ് പരിശുദ്ധ ഭാവാതിൽ മനസ്സുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്നത്. 2:35 പരിശുദ്ധ പാമ്പാടി തിരുമേനി ദൈവസന്നിധിയിലേക്ക് പോയ സമയം കൂടിയാകുന്നു എന്നാണ് ബലഹീന ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ പെരുന്നാൾ പരിശുദ്ധ പാമ്പാടി തിരുമേനി പെരുന്നാൾ വരുമ്പോൾ കറക്റ്റ് 2:30 ആകുമ്പോൾ ഇവിടെ ആ സമയത്ത് ഈ ദേശത്തുള്ള ദൈവമക്കളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തുന്ന ഒരു രീതി ഞാനിവിടെ വന്നപ്പോൾ മുതൽ കാണുന്നുണ്ട്. പരിശുദ്ധ ബാവാ തിരുമേനിയും കറക്റ്റ് അതേ സമയത്ത് പാമ്പാടി തിരുമേനിയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആദരിച്ചിരുന്ന ഒരാളാണ് പരിശുദ്ധ ബാവാ തിരുമേനി. ഒരു പിൻഗാമി എന്ന നിലയ്ക്ക് അതേ സമയത്ത് തന്നെ പോയി എന്നുള്ളതാണ് പ്രത്യേകത. ഞാനെൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് വേണ്ടി ഈ പരിശുദ്ധ പിതാവ് ചെയ്ത എല്ലാ നന്മകളെയും ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാം. കോട്ടയം മെത്രാസനത്തിൻ്റെ വൈദികരുടെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും കൗൺസിൽ അംഗങ്ങളുടെയും വിശ്വാസികളുടെയും ഇടവുകളുടെയും മുഴുവൻ സ്നേഹ പുഷ്പങ്ങൾ ഈ പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദങ്ങളിൽ തീർച്ചയായും അഭിമന്യ സേവേറിയസ് തിരുമേനിയും കൂർലോസ് തിരുമേനിയും ഈ ഭദ്രാസനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവരുൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ മുഴുവൻ സ്നേഹം ആദരാഞ്ജലികൾ പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിനുണ്ടാകെ സമർപ്പിക്കുന്നു. ദൈവം അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നമ്മെ ഏവരെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.